ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു. അമ്പലത്തിലെ ഉത്സവം, അത് കഴിഞ്ഞിട്ട് മോൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടിയില്ല. ഇന്ന് അല്പം തിരക്ക് കുറവുണ്ട്. മോൻ ലീവിന് വന്നിട്ട് തിരിച്ചു പോയി. ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര മക്കളാണെന്ന്. 2 മക്കളാണ്. മോള് ഇൻഫോ പാർക്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. മോൻ ലണ്ടനിലാണ്. പഠിച്ച് കഴിഞ്ഞിട്ട് അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ലണ്ടനിൽ പോയി. അങ്ങനെ അവിടെ ഒരു MBA കോഴ്സ് ചെയ്ത് 2 വർഷത്തെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ രണ്ടുപേരുടെയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. മോളുടെ വിവാഹം നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യം കുറവാണ്. ഇപ്പോഴേ കല്യാണം കഴിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ അങ്ങനൊരു ചിന്താഗതി ഉണ്ടല്ലോ. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരുമെന്നുള്ളൊരു ചിന്തയാണ്. കുറച്ചൊക്കെ ശരിയാണ്. അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റൊന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർക്കത് താല്പര്യമില്ല. അവർ പഠിച്ചു, നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ കൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി അത് വലിയ ഡൈവോഴ്സിലൊക്കെ എത്തിച്ചേരുന്ന ഓരോ കാലഘട്ടമാണല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും അവരുടെ ഒരുപാട് ഹോബികൾ, അതുപോലെ അവർക്കുള്ള താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വെക്കേണ്ടി വരുമെന്നൊരു ചിന്ത അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം അവർക്കൊരു യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾ കാണും. അതുപോലെ ചിലപ്പോൾ കലാപരമായിട്ട് താല്പര്യമുള്ള കുട്ടികൾ കാണും. ചിലർ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ കാണും. അപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇതൊന്നും നടക്കത്തില്ലെന്നൊക്കെയാണ് അവരുടെ ചിന്ത. പിന്നെ കല്യാണം കഴിച്ച കുട്ടികളും പറഞ്ഞു കൊടുക്കും കല്യാണം കഴിക്കരുത്, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാണ്. അവരുടെ വീട്ടിലെ പ്രഷർ, പിന്നെ നമ്മുടെ പ്രഷർ, പിന്നെ ജോലിയുടെ പ്രഷർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭർത്താവിൻ്റെ പ്രഷർ, പിന്നെ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാം കൊണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു സംസാരം. അതിനേക്കാളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ജീവിത രീതിയിലൊക്കെ പിന്തുടർന്ന് പോകണം എന്നൊരു ചിന്താഗതിയുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇവരുടെ പ്രായത്തിലുള്ള ഒരുവിധം ഉള്ള കുട്ടികളുടെ എല്ലാം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അവളോട് ഞങ്ങളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിപ്പിക്കണം. എങ്ങനെ അവളുടെ ഒരു താല്പര്യം അനുസരിച്ചുള്ള പയ്യനെ കിട്ടിയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. അതങ്ങനൊരു സ്വഭാവ രീതിയുള്ള കുട്ടിയാണ്. അല്ലാതെ കല്യാണം കഴിച്ച് വിട്ടിട്ടും കാര്യമില്ല അതിനെ. അങ്ങനെയാണ്. പിന്നെ നോക്കുന്നുണ്ട്. പിന്നെ സത്യമാണ്, കുറച്ചൊക്കെ സത്യമാണ്. ഇപ്പം ഡാൻസ്, അതേപോലെ ഈ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന അങ്ങനെയൊക്കെ താല്പര്യമുള്ള ചില കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ പിന്നെ വിട്ടിട്ടില്ല. കല്യാണം കഴിച്ചവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഫീൽഡൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചില ത്യാഗങ്ങളൊക്കെ വേണ്ടി വരും. അന്നേരം അവർക്ക് ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും വിടാതെ, പക്ഷെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്കിലും ആ കാര്യങ്ങളിലൊന്നും പണ്ടത്തെ ആ ജീവിതത്തിലൊന്നും വിട്ടിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്നെ ചിലരുണ്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്. പക്ഷേ അവർക്ക് ഈ ഹസ്ബൻഡിന് ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോഴും ഇവർക്ക് യാത്ര പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, വാഗമണ്ണിൽ പോകണം, ഊട്ടി പോകണം, അല്ലെങ്കിൽ ദൂരെയുള്ള സ്വിറ്റ്സർലൻഡിൽ പോകണം, അവിടെയുണ്ട്. അങ്ങനെയൊക്കെ താല്പര്യമുള്ള പെൺകുട്ടികളുണ്ട്. പൈസയൊക്കെ ഉണ്ട്, എല്ലാവർക്കും പോകാനുള്ള സാമ്പത്തിക ശേഷിയും കാണും. പക്ഷേ താല്പര്യം കാണത്തില്ല. അപ്പോൾ ഈ ഒരേ വൈബുള്ള ആൾക്കാർ തമ്മിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ അതും പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെയുണ്ട്. അന്നേരം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ പ്രശ്നം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ജീവിതമാർഗത്തിന് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വീട് വെക്കണം, പിന്നെ വീട്ടിലെ ചിലവ്, ആരുടെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാൽ ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിൽ പെങ്ങന്മാരെ കല്യാണം കഴിച്ച് വിടണം, അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു പണ്ടുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും എനിക്ക് തോന്നുന്നില്ല കല്യാണം കഴിച്ചാൽ. കുറച്ച് കുട്ടികൾക്കുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും ഭൂരിഭാഗം പേർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്കുള്ള ശമ്പളം കൊണ്ട് ഇവരിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ചിന്തയിലാണ് അവർ നടക്കുന്നത്. പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങുക, അവർക്കൊരു വാഹനം, ഒന്ന് കാറോ ഒരു ബൈക്കോ മേടിക്കുക, പിന്നെ നല്ലൊരു ഐഫോൺ മേടിക്കുക, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങുക, പിന്നെ ഇന്ത്യ ഒട്ടുക്ക് കറങ്ങാൻ പോവുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു താല്പര്യം. വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലേക്കുള്ള ചിലവിന് കൊടുക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭൂരിഭാഗം പേർക്കും ഇല്ല.
ഇപ്പോൾ ലണ്ടനിൽ തന്നെ മോനെ അയച്ചതിൽ ഞങ്ങൾ പക്ഷേ പിന്നീട് പൈസയൊന്നും അവനെ അയച്ചു കൊടുത്തില്ല. അവൻ തന്നെ കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിച്ചത്. പക്ഷേ അവൻ പറയുന്നത് കേൾക്കാം, ഒരുപാട് കുട്ടികളുടെ രക്ഷകർത്താക്കൾ വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കും, മോൻ ജോലിക്കൊന്നും പോകണ്ട, പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തല്ലേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അന്നേരം പറയുമെന്ന്, പാർട്ട് ടൈം ജോലിയൊന്നും ചെയ്യണ്ട, വീട്ടിൽ നിന്ന് പൈസ അയച്ചു തരാം, പഠിച്ചാൽ മാത്രം മതി. അവിടുത്തെ സിസ്റ്റം അങ്ങനെയല്ല കേട്ടോ. അവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ സ്വയം ജോലി ചെയ്ത് തന്നെ പഠിക്കണമെന്നാണ് അവിടുത്തെ. എത്ര സാമ്പത്തിക ശേഷിയുള്ള അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിലും സ്വയം പൈസ ഉണ്ടാക്കി അവരെ അതിന് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് കാണിച്ച് വേണം അവർ പഠിക്കാൻ. അതുപോലെ എല്ലാ ദിവസവും അവർക്ക് കോളേജില്ല. ആഴ്ചയിൽ 2-3 ദിവസം പോയാൽ മതി. ബാക്കി 4 ദിവസം അവർ ജോലി ചെയ്ത് തന്നെ, അതിപ്പോൾ എന്തോ ഹോട്ടലിലായാലും എവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് അവർ അവരുടെ പൈസയിൽ വേണം പഠിക്കാൻ എന്നാണ് അവിടുത്തെ നിയമം. എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ കുറേ കുട്ടികൾ അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇപ്പം അതിൻ്റെ ഒരു വില മനസ്സിലായിട്ടുണ്ട്. അവരവർ തന്നെ ജോലി ചെയ്ത് അവരവരുടെ ശമ്പളത്തിൽ പഠിക്കുന്നതിൻ്റെ ഒരു സുഖമൊക്കെ അവർ മനസ്സിലാക്കി കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻജിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേര് ഹോട്ടലിലും പെട്രോൾ പമ്പിലും ഒക്കെ ജോലി ചെയ്ത് അവർക്കുള്ള പെട്രോൾ അടിക്കാനോ വണ്ടിക്ക് പെട്രോൾ അടിക്കാനോ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള പൈസയൊക്കെ അവർ തന്നെ സമ്പാദിക്കുന്നുണ്ട്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അതൊരു നല്ല മാറ്റമായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ എല്ലാ ജോലിക്കും ഒരു മാന്യതയില്ലാത്ത ജോലികൾ, കുറച്ച് ജോലികളെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ. എല്ലാം വൈറ്റ് കോളർ ജോബ് മാത്രമേ നോക്കുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. പക്ഷേ രക്ഷകർത്താക്കൾ മാറാനുണ്ട്. രക്ഷകർത്താക്കൾക്ക് ഇപ്പോഴും മോൻ അങ്ങനത്തെ ജോലി, നാണക്കേട്, ഇത്രയും ഇപ്പോൾ ഇതുള്ള വീട്ടിലെ കുട്ടിയാണെന്നോ ഇതൊക്കെയൊക്കെ പോകുന്നത്. ഇപ്പോൾ കാറ്ററിംഗ് ജോലിക്കോ വിളമ്പാൻ പോകുന്നതിനോ ഒക്കെ ഒരുപാട് ഇപ്പോഴും അതുപോലത്തെ ചിന്താഗതിയൊക്കെ ഉള്ള രക്ഷകർത്താക്കൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ വെളിനാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയില്ല കേട്ടോ. അവർക്കൊക്കെ എന്ത് ജോലി ചെയ്താലും അവരവർ തന്നെ സമ്പാദിച്ചാണ് പഠിക്കുന്നത്. കുറച്ചൊക്കെ ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വലിയ വീട്ടിലെ കുട്ടികളും എല്ലാ ജോലികൾക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോരോ ചിന്താഗതികളാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് കുഴപ്പം വരുമോ എന്നൊക്കെ ഉണ്ട്. പിന്നെ ചില വീടുകളിൽ ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഒരു ചെടി പറിച്ച് നടുന്ന കണക്കാണ് നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒരു ഇതിന് വെള്ളവും വളവും ഒക്കെ കിട്ടിയാലല്ലേ ആ ചെടി പുഷ്പിച്ച് വരത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ചില വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിലെ സാഹചര്യങ്ങൾ ഈ കുട്ടികൾക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നമുണ്ട്. ഇല്ലെന്നല്ല, ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ പൊതുവേ ഇപ്പം ഞാൻ നോക്കിയിട്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, അമ്മായിയമ്മ പോര്, അതേപോലെ നാത്തൂന്മാരുടെ ശല്യം, അതൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അധികമായിട്ടൊന്നും അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു പെങ്ങളോ ഒരു അനിയനോ ഒക്കെ ഉള്ളവർ അവരുടെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വന്ന് അവരുടെ അച്ഛനും അമ്മയായിട്ട് താമസിക്കുമ്പോൾ അതിനകത്ത് ഈ കുട്ടിയും ഇത് ചിലപ്പോൾ ഒരു മോളോ ഒരു മോനൊക്കെ ആയിട്ട് വളരുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് സഹകരണ മനോഭാവം കുറവാണ്. പണ്ടുള്ള കണക്ക് 10 മക്കളുള്ള വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സഹകരണ മനോഭാവമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അങ്ങനെ 2 കൂട്ടർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. അന്നേരം ആ കുട്ടി വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടാതെ അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നത് കൂടുതലും ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലുന്ന വീട്ടിൽ നല്ല ഒരു സാഹചര്യമാണെങ്കിൽ കുട്ടികൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പെൺകുട്ടികളായാലും ഒക്കെ പോകുന്നുണ്ട്. തീരെ അങ്ങനെ പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. കുറച്ചൊക്കെ അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ടല്ലോ, കുറച്ചൊക്കെ ഒരു വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും പക്ഷേ പെൺകുട്ടികളങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ വിവാഹം കഴിക്കണം. ഒരു നല്ല കുടുംബജീവിതം കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനിൽ അത് ഇല്ലാതാക്കി കളയരുത്. എത്രയോ നല്ല ചെറുക്കന്മാരുണ്ട്, ഇപ്പോഴും നല്ല പയ്യന്മാരുണ്ട്. പെൺകുട്ടികളെ നല്ല പൊന്നുപോലെ നോക്കി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടി ഇപ്പോൾ മിക്കവാറും കല്യാണം കഴിക്കുന്ന പിള്ളേരൊക്കെ നല്ല സന്തോഷത്തോടാണ് കഴിയുന്നത്. സത്യത്തിൽ കല്യാണം കഴിക്കുന്ന പയ്യന്മാരും വെറും പാവം പിടിച്ച പിള്ളേരായിട്ടാണ് തോന്നുന്നത്. പണ്ടത്തെ ആണുങ്ങളുടെ ഒരു ആഢ്യ മനോഭാവമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. അവരത് കാണിച്ചിട്ടും കാര്യമില്ല. കാണിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നടക്കത്തില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അവർക്ക് നല്ല ശമ്പളമുണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വഴങ്ങി കിടക്കേണ്ട കാര്യവും ഇല്ല.
പിന്നെ അവരവർ തന്നെ തിരഞ്ഞെടുത്ത് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ കണക്ക് നമ്മളിപ്പോൾ ഒരാൾ വന്ന് ചായ കൊടുത്തു, അയാളെ ഒന്നും അറിയത്തില്ല, അവരുടെ വീട്ടിൽ നിന്ന് 5-6 പേര് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോയി കല്യാണം ഉറപ്പിച്ചു, പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. അതൊക്കെയാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ അനുഭവിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ലവ് മാരേജോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ തന്നെ അവർ 2 വീട്ടുകാരും തമ്മിൽ നല്ലോണം അറിയുന്ന ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതും അതുപോലെ ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുന്നതും ഒക്കെയാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പാടുപെടേണ്ടി വരും ചിലപ്പോൾ. അതുപോലെ തന്നെ അവർക്കും ഇങ്ങോട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അപ്പോൾ എപ്പോഴായാലും കുറച്ച് ഒരു 5-6 മാസത്തെ ഇടവേളയെങ്കിലും കൊടുത്ത് അവർ തമ്മിലൊരു മാനസികമായൊരു അടുപ്പമൊക്കെ സ്ഥാപിച്ച് അവരുടെ തമ്മിലുള്ള ഇഷ്ടങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാലം ഒരുപാട് മാറിപ്പോയില്ലേ, നമ്മൾ പണ്ടത്തെ കാലം അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിത രീതികളൊക്കെ എല്ലാവർക്കും കിട്ടാനും പാടാണ്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കുട്ടികളുണ്ടായാലും 2 പേരും കൂടെ നോക്കുകയും ഒക്കെ വേണം. പിന്നെ ഇപ്പോൾ കുറച്ച് അമ്മമാരൊക്കെ നോക്കി കൊടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നുമുണ്ട്. അതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പൊക്കോളും. കുട്ടികളൊക്കെ വലുതായിക്കോളും, അവർ അവരുടെ കാര്യം നോക്കി ആയിക്കോളും. അന്നേരത്തേന് അതിന് വേണ്ടിയിട്ട് പേടിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, കല്യാണം അങ്ങനെ കഴിക്കാതൊന്നും ഇരിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത പങ്കാളിയൊക്കെ നിങ്ങൾ കണ്ടെത്തി കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുക. ഒറ്റപ്പെടലിൻ്റെ വേദന വളരെ വലുതാണ്. കുറച്ച് ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് പൈസയുണ്ട്, ശമ്പളമുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ എപ്പോഴായാലും നമുക്ക് ആ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പേടിച്ച് കുടുംബജീവിതവും കല്യാണവും ഒക്കെ വേണ്ടി മാറ്റി വെക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞങ്ങളെ മകളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും അവളുടെ വിവാഹം ഉടനെ നടത്തണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അന്നേരം അതും അവളും ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുക, നോക്കട്ടെ. എന്തായാലും അതുകൊണ്ട് ഞാൻ പറയുന്നത്, പഠിക്കുക, ജോലി മേടിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ പിന്നെ നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, അല്ലെങ്കിൽ പിന്നെ നല്ല വൈറ്റ് കോളർ ജോബ് തന്നെ കിട്ടി, അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരു തയ്യലെങ്കിലും പഠിച്ച് സ്വന്തമായിട്ട് നമ്മളൊരു വരുമാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തെങ്കിലും ജീവിക്കാൻ സ്വന്തമായിട്ട് എനിക്ക് ഏൺ ചെയ്യാൻ കഴിവുണ്ടായതിന് ശേഷം മാത്രമേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാവൂ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പല ബിസിനസ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ഹോട്ടൽ, അങ്ങനെ എന്തല്ല നമുക്കെന്താ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവിനെ ഉണർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഒരു വരുമാനം കണ്ടെത്തി സ്വന്തമായിട്ട് നിൽക്കാൻ 2 കാലിൽ ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കാം എന്നൊരു തോന്നൽ വന്നതിന് ശേഷം മാത്രമേ പെൺകുട്ടികൾ വിവാഹം കഴിക്കാവൂ എന്നൊരു അപേക്ഷ എനിക്കുള്ളൂ. അല്ലാതെ അച്ഛനും അമ്മയും അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് 18 വയസ്സായി, ഇനി 20 വയസ്സിനുള്ളിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ ഇപ്പോഴെങ്ങും കല്യാണം നടക്കത്തില്ല എന്നൊക്കെ ജ്യോത്സ്യന്മാർ പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. ആ കുട്ടിയെ കൊച്ചുനാളിലെ പിടിച്ച് കല്യാണമൊന്നും കഴിച്ച് വിടാതെ അതിന് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗ്ഗം ഒപ്പിച്ച് കൊടുത്തതിന് മാത്രം കല്യാണം കഴിപ്പിച്ച് വിടുക. പിന്നെ പഠിക്കാൻ നല്ല ഇതൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റുമോ അത് എത്രത്തോളം പഠിപ്പിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിച്ചതിന് ശേഷം മാത്രം പെൺകുട്ടികൾ വിവാഹം കഴിക്കാവൂ. അല്ല വിവാഹം ഇരിക്കരുതെന്നല്ല, വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാൻ വയ്യ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഒരു കുടുംബ ജീവിതം മാറ്റി വെക്കരുത്. നമുക്ക് എന്നത്തേക്കിനും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഭർത്താവും മക്കളും ഒക്കെ ആവശ്യമാണ് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് അങ്ങനെ പേടിച്ചാലും കല്യാണം കഴിക്കാതിരിക്കുകയൊന്നും വേണ്ട. പക്ഷേ സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ കണ്ടെത്തി, സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗ്ഗമൊക്കെ കണ്ടെത്തിയതിന് ശേഷം നല്ലൊരു കുടുംബജീവിതം കണ്ടെത്തി നല്ല സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നു, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.